അല്ല, എന്താ ചേട്ടന്റെ പ്ലാൻ? പ്ലാൻ? എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ കത്തി കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയിൽ ഒരു കുറി വരയ്ക്കും. നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി. അപ്പൊ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? പോണം, പോണമല്ലോ. കൊണ്ടുപോകാൻ ആൾ വരട്ടെ. ആര്? പാപ്പച്ചൻ ചേട്ടാ, പാപ്പച്ചൻ ചേട്ടാ, ഇതിൽ തേങ്ങ ഇച്ചിരൂടാവുമായിരുന്നു. ദേ ആരണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി ആരോടൊക്കെ വരുന്നു? ഇതിപ്പോ എനിക്കാണ് തയ്യല്ലോ. ഒന്ന് എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഈ ഗസ്റ്റുകളുടെ കാര്യം. കർത്താവേ. അതല്ല രസം, റീനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. എൽദോ ബേസിൽ നോക്ക് സെസിലി, ഓട്ടോ ഓടിച്ചോണ്ട് ആൾക്കാർ വരുന്നുണ്ട്. കർത്താവേ, ബെന്നിച്ചൻ ചേട്ടൻ. അയ്യോ, പാപ്പച്ചൻ ചേട്ടൻ. കറക്റ്റ് ടൈമിന് ബെന്നി എത്തിയല്ലോ. ശേ സെസിലി കുട്ടി, കലല്ലേ? എന്താ ഇത്? ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. പണ്ട് ഞാൻ തെറ്റാലിക്ക് മരയൊന്നിന് അടിച്ചിട്ടപ്പോ സിസിലി കുട്ടി പറഞ്ഞായിരുന്നു ഞാനൊരു വലിയ ആളാകുമെന്ന്. പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തോണ്ടാ സിസിലി കുട്ടിക്ക്. ഇപ്പൊ ഞാൻ കാട്ടുപോത്തിനാണല്ലോ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ ആളായി അല്ലേ? അതെ, വല്ല നടക്കുമോ? ഇനി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സിസിലി കുട്ടി, കരയല്ലേ? കണ്ണുതിരിക്കണ വേസ്റ്റ് ആക്കല്ലേ? ഇനി എത്രയോ കരയെ കിടക്കുന്നു. ബെന്നിയെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത 2 ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു. ചേട്ടാ, ഞാൻ ഇന്നലെയും കൂടി ഇതിലേക്ക് ഇറങ്ങടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം കുളവാക്കിയപ്പോ ചേട്ടന് സമാധാനമായില്ല. എന്താ സിസിലി കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് എടുക്കണ്ടേ? വീണ്ടും ആൾ കൂടിയോ? തിരക്കുകളൊക്കെ മാറ്റി വെച്ചോടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എടാ ചോക്കൂടെ, നീയാണോ ജാഥ ക്യാപ്റ്റൻ? കണ്ടില്ലേ, പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കാം. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ. എടാ, അമ്പലക്കൊന്നും കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ. നീ അവരൊന്നും അറിയിച്ചില്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ല. പാപ്പച്ചോ, എന്റെ പൊന്നു സിസു, റീന നീ എന്താ കരയുന്നത്? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഒട്ടും മനക്കെട്ടിയില്ല. വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ? നിന്നെ വിട്ടോ സിസു, നീ പേടിക്കണ്ട. ദേ വെനിച്ച നിൽക്കുന്നത് നല്ല പയർ പോലെ. രാത്രി ഞാൻ പറഞ്ഞില്ലേ സിസു, നോട്ട് ഇഞ്ചുറി ടു ഹെൽത്ത്. നല്ല ഇടി കിട്ടിയല്ലേ? മുടിയൊക്കെ വളർന്നോളാ. ചാച്ചൻ ജയിൽ മോചിതനായി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അപ്പാച്ചി സ്റ്റൈൽ വെട്ടാം. ഞാനെന്നാ പോയിട്ട് വരാം. നിങ്ങൾ വരാണ്ടിരിക്കുക എന്ത് വെച്ച് ചെയ്തോ? ഈ 2 ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണായിരുന്നു എനിക്ക് അറിയണം. പറ. എന്നാലും ധൈര്യം സമ്മതിക്കണം, അതും പട്ടാ പകല്. കേന്ദ്രസേനല്ലേ? ബെന്നി, എടാ, അന്ന് നിന്നെ പൊക്കി സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഏതൊരു നായട്ടുകാരൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, പിന്നെ ആ കട്ടിലിൻ്റെ അടിയിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു 2 പേക്ക് അടിച്ചിട്ടുണ്ട്. ഡി എഫ് ലീവിലാണോ? കണ്ടില്ല? യെസ്, വന്നേന് നന്ദി. റീനയ്ക്ക് സുഖല്ലേ? അകത്ത് പോയി ചോദിക്കും. ഇതൊക്കെ ഒരു പരസ്പര ധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ധാരണ വേണം. സാറേ, സ്റ്റേഷനിലേക്കല്ലേ? ആനക്കൈ വഴി വിട്ടാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മയിലാടും പാറ വഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇമ്മോറൽ ട്രാഫിക്. പിന്നെ സാർമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കൈ വഴി തന്നെ പൊക്കോട്ടെ. ഓ, അത് അടുത്ത പ്രാവശ്യം ആട്ടെ. ആയിക്കോട്ടെ. എടാ, ചെറിയൊരു ജീവപര്യന്തം ഞാൻ ഉടനെ വരില്ലേ?
അതല്ല ആശാനെ, പറ മോനെ. എന്റെ സൈക്കിൾ എവിടെ വെച്ചേ? സാറേ പോ. ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തണുപ്പൊക്കെ അല്ലേ. അല്ല ബെന്നി, നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അവര് പഴയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ. ബെന്നിച്ച, നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ? ബെന്നി, എന്തുവാ ഇത്? ഒരാഴ്ച മനുഷ്യനൊന്ന് ഉറങ്ങിയിട്ട് ഒതുക്കത്തെ കൊതുകും അവന്മാർ ഇഞ്ച ചായക്കുന്നല്ലേ ചാച്ച. ചേട്ടായിക്ക് തല്ല് കിട്ടി. പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ലെന്ന്. ഓപ്പച്ചൻ എടി അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവോ? നിന്നെ തന്റെ ജോസഫ് അല്ലെന്ന് അവൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? നീ കിടക്കാണെങ്കിൽ കിടക്ക്, കിടന്ന് കിടന്ന്. സിസ്ലിക്കുട്ടി, നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞ്. എന്തോന്നാ? നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞെന്ന്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ? അതിന് നീ വേറെ ആളെ നോക്കണം. എടി അവൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ. കുറച്ച് കള്ളം പറയും, അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമാണോ? നിനക്ക് മക്കളുണ്ടായതിന് ദേ, സ്റ്റേഷനിൽ കിട്ടിയതിന്റെ വാക്ക് ഞാൻ ഇവിടെ തരും കേട്ടോ. മിണ്ടാതെ കിടന്നോ. സിസിലി, എടി ആ കഥയൊന്ന് പറഞ്ഞ്. സിസിലി കുട്ടി, ആ കഥയൊന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് കേക്കട്ടെ. പറയണോ? അന്തവും കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും പറഞ്ഞു കേക്ക്. പറ. ഓ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? വീട്ടിലെ വിരുന്നുകാരാരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങ് ഇരുന്നോണോ? ദേ, അമ്പ കുരിച്ചന്റെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ തിന്ന പാത്രം ഒന്ന് കഴുകിക്കൂടെ പെണ്ണേ നിനക്ക്? അതൊന്നും ഞാൻ തിന്നതല്ല. മൂത്ത മോളും കെട്ടിയോനും വന്ന അമ്മച്ചിക്ക് എപ്പോഴും വെപ്രാളോ. നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നുവോ പോളി? അവന് നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ? വക്കീല് വരുമാനോടുള്ള ഒരു സ്നേഹം. അതേടി, നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? എടി, അവരുടെ ചായ്പില കിടക്കുന്നതിനൊരു ഓർമ്മ വേണം. അവന് പോലും ആ തന്തയുടെ അടുത്തൊരു വിലയില്ല, അറിയോ നിനക്ക്? പിന്നെ അവിടെ കയറാൻ നിൽക്കുന്ന നിനക്ക്. പാപ്പച്ചൻ ചേട്ടൻ പാവാ, പനിനീർപ്പൂവിലെ രാഘവനെ പോലെ. അയ്യാ, അവിടെ ഒരു പനിനീർപ്പവും പാപ്പച്ചനും. നിന്നെ എപ്പ കെട്ടിയെടുത്തതാടാ? നീയാണോ പോത്തിനെ വെട്ടിയത്? എടാ, ഒരു പോത്തിനെ തിന്നാനത്തെ സമയം എടുക്കല്ലോടാ. ഇങ്ങനെ തെക്ക് വടക്ക് നടന്നാ മതിയോ പാപ്പച്ച? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? ഇഷ്ടപ്പെട്ടില്ല? ഒരു അയൽവാസി എന്ന നിലയിൽ ഞാനൊന്ന് ഉപദേശിച്ച. ഒരു വക്കീല് അവനെ കാണുമ്പോ ക്രിമിനടിയാ. ഒരു ചവിട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ, വല്ല കോപ്പി അടിച്ച് പാസ്സായതായിരിക്കും. കോപ്പി അടിച്ചിട്ട് നീ പാസ്സായില്ലല്ലോ. കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഈ അപ്പൻ എന്തിന്റെ കേടാണ്? എന്നെ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ. തന്തയായി പോയി. ആ പട്ടിയോടുള്ള സ്നേഹം പോലും എന്നോടില്ല. ഒരപ്പനും മോനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല. നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കണോ? എടാ, പട്ടി കുറയ്ക്കുന്നത്. അപ്പൊ പട്ടി കടിച്ചു കയറിയെന്നെ. അതെന്നാ വാറുണ്ണിയേട്ടനറുത്ത എരുമ ഗർഭിണിയായിരുന്നു, അതിന്റെ കുട്ടിയാ. അന്ന് രാത്രി തന്നെ മാത്തച്ചായൻ അങ്ങേരുടെ ഇറച്ചിക്കട കത്തിച്ചു. മൊത്തം ഡാർക്കാണല്ലോ. ആരാത്? ആത്മാക്കളെ ഒന്നല്ല ഇപ്പൊ പേടി. ഇതിനിടയിൽ വല്ല ഫോറസ്റ്റുകാരും വന്നിരിക്കുന്നുണ്ടോന്നാ. മതി ചവിട്ട്. കർത്താവേ, പോകുമ്പോ വലിയ വീടായിരുന്നല്ലോ, ഇവിടെ ആക്രികളിക്ക് പകുതി വിറ്റോ? ജാമ്യം കിട്ടിയാ? ഇല്ല,
ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ. അയ്യോ, എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? എടീ, 5 ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത്. ഇനി എല്ലാവർക്കും കൂടി പെറുക്കാൻ പോവാ. ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രം. സത്യം. എന്താ വക്കീലെ, തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങൂല. ജാമ്യം കിട്ടി, പെരുത്ത് സന്തോഷമുണ്ട്. വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും. എന്നാ ശരിയെന്നാ. വെള്ളം ചൂടാക്കട്ടെ. എന്നെ പുഴുങ്ങാനാണോ? മാവിൻ്റെ കൊമ്പ്, അലച്ചോറ് വരട്ടിയത്. ഇനി ഈ വീട്ടിൽ പോത്തിറച്ചി കയറ്റിയാ നീ നിന്റെ വീട്ടിൽ ഇരിക്കും. ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ഇരുന്ന് ഒരുത്തനെ മൂപ്പിച്ച് കാട്ടിക്കേറ്റിട്ട് പിഴിക്കായൂറ്റ. സ്റ്റാർട്ടാകുന്നില്ലേ പറ, ആഗ്രഹ വിലക്ക് എടുത്തോളാം. അതാവുമ്പം വീസി കുറയ്ക്കാമല്ലോ. പാപ്പച്ചൻ ചേട്ടൻ പറയുന്നതേ ജയിലൊക്കെ ധീരമാരി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയാണ്. ഇനി പെൻഷനും കിട്ടും. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടോ? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. മതിയുടെ ഇളിച്ചത്. എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും. വേഗം കഴിച്ചോ, പിടിച്ചെന്നാ ഒന്നുമില്ല. ഈ മെക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കാ നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലേ? ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നെയല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ഫ്ലൈങ് സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ. പാപ്പച്ചനപ്പ 4-5 കൊല്ലം അകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസില്ലേ, അയാൾക്കും കിട്ടിയല്ലോ 1.5 കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറയൂലേ സാറേ? ഏയ് അങ്ങനെയല്ല അലക്സേ, ഇതിലെ പാപ്പച്ചൻ തൂങ്ങും. കേസ് നമ്പർ 3/2023 രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവെപ്പ് കേസ്. 1-ാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ ഹാജർ. നമസ്കാരം. എന്റെ ചേംബർ ഇതാണ്. അതാണല്ലേ? ഇളവുന്നുണ്ടല്ലോ. പറഞ്ഞാൽ വീഴും. കേറിക്കോ. ജഡ്ജി നമസ്കാരം. താങ്ക് യു. വായന അങ്ങനെ ശീലമൊന്നുമില്ല, എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ, അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, ഇതിനകത്ത് ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. സൈലൻസ്. ഇന്ത്യൻ ഭരണഘടനയാ, പാപ്പച്ചൻ കൈവച്ചങ്ങ് പറഞ്ഞു വെച്ചാ മതി. അത് ഇതാണോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പോരെ? അല്ല, ഇതാരെ പോളി വക്കീലോ? അതേ മാഡം. കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കൃഷിയും പരിപാടിയൊക്കെ അങ്ങ് വിട്ടോ? തൽക്കാലം വിട്ടു മാഡം. നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാ ബെസ്റ്റ്. ഓഹോ, അത്രയ്ക്ക് നല്ല കേസാണ്. അതെ മാഡം. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം മാഡം. പ്രൊസീഡ്. യുവർ ഓണർ, കേരള സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ വക്കീലെ. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ്, വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ്. പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം 7 ദിവസമായി. അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായും പൊളിച്ചിരിക്കുക. കഷ്ടമൊന്നല്ലാതെ എന്തു പറയാൻ. വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വക്കീലെ വേണ്ട. സോറി യുവർ ഓണർ. അതിന് മുമ്പല്ലേ നിങ്ങൾ ജാമ്യഹർജി എന്നത്? അത് പരിഗണിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? അല്ല, ഇല്ല മാഡം, ഈ കേസുമായിട്ട് പ്രതിയുടെ വക്കീൽ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കെ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. താങ്ക് യു യുവർ ഓണർ. എന്ത് പറഞ്ഞാലും ഫുള്ള് ഡാർക്കാണ്. അയ്യോ, ബഹുമാനപ്പെട്ട കോടതിയെ കുറിച്ചല്ല, ഈ ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെ കുറിച്ചാണ് പറഞ്ഞത് മാഡം. ഉദ്യോഗസ്ഥ മേധാവിത്വം. അതാ കോടതി എന്റെയും കൂടെ ചോറല്ലേ മാഡം? അല്ല, ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് പറ.
ഞെട്ടുമോ നോക്കാമല്ലോ. ഉണ്ട് മാഡം. അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു. ഇതാ ഞാൻ പറഞ്ഞു.